ഇന്നത്തെ സംഘർഷം ഗവർണർക്ക് ഒഴിവാക്കാൻ വരില്ല. കാര്യം അദ്ദേഹം റോഡിലൂടെ പോകുമ്പോൾ ഒരു വശത്ത് എസ്.എഫ്.ഐയുടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു, സാധാരണമായി ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം. അദ്ദേഹത്തിന് അവിടെ ഇറങ്ങി അത്തരമൊരു ഷോ കാണിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷം പറയുന്നത്. അല്ല, ഇപ്പൊ റോഡ് സൈഡിൽ നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നതിന് ആർക്കും എതിർപ്പില്ല. പക്ഷെ റോഡ് സൈഡിൽ മുദ്രാവാക്യം വിളിക്കാൻ നിൽക്കുന്ന ആളുകൾ അവര് വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീഴുന്ന സാഹചര്യം ഉണ്ടായാൽ ഗവർണർക്ക് നിർത്തേണ്ടി വരും, ഗവർണർക്ക് പുറത്തിറങ്ങേണ്ടി വരും. ഒന്ന്, ഗവർണർക്ക് വേണമെങ്കിൽ പറയാം അതിനകത്ത് തന്നെ ഇരുന്നൂടെ. പക്ഷേ ആ വാഹനത്തെ അടക്കം കഴിഞ്ഞ സന്ദർഭങ്ങളിൽ ആക്രമിച്ച സംഭവമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഗവർണറുടെ കൂടെ പോയിട്ടുള്ള ഗൺമാൻ ആയിട്ടുള്ള ആളുകള് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരെ പോലെയുള്ള ജീവൻ രക്ഷാ ദൗത്യമൊന്നും നടത്തിയിട്ടില്ലല്ലോ. പൂച്ചട്ടി കൊണ്ട് വഴിയിൽ നിൽക്കുന്ന ആൾക്കാരെ തലക്കടിക്കുന്ന രീതിയിലുള്ള ജീവൻ രക്ഷാ ദൗത്യം അതൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം സമാധാനപരമായിട്ട് ഈ തടയാൻ വന്ന ആളുകൾ ഓടിപ്പോയി. അപ്പൊ അദ്ദേഹം ഈ തടയാൻ വന്ന ആളുകൾ പോലീസ് സംരക്ഷണത്തിൽ തടയാൻ നിൽക്കുന്നത് അതിൽ പ്രതിഷേധിച്ചു. പോലീസ് സംരക്ഷണത്തിലാണ് നിൽക്കുന്നത്. ആ ഒരു സുരക്ഷാ ക്രമീകരണത്തിന് പുറത്തേക്ക് അദ്ദേഹം പോവുക എന്ന് പറയുന്നത് ശരിക്കും ആ സുരക്ഷാ ക്രമീകരണത്തിന് പുറത്തേക്ക് അല്ല, സുരക്ഷാ ക്രമീകരണത്തിനേക്ക് പുറത്ത് പോകാനുള്ള സാഹചര്യം ആരുണ്ടാക്കി? പോലീസിന്റെ സംരക്ഷണത്തിൽ ഒരു കൂട്ടം ആളുകൾ ഗവർണറെ തടയാൻ കാത്തു നിൽക്കുന്നു. ആ പോലീസിന്റെ ഉത്തരവാദിത്തമല്ലേ അവരെ എവിടുന്ന് മാറ്റേണ്ടത്? അദ്ദേഹം പോയി കഴിയുമ്പോൾ കൂടുതൽ സുരക്ഷാ പ്രശ്നം ഉണ്ടായി. അപ്പൊ ആരുടെ ഉത്തരവാദിത്തം? അല്ല, കുറ്റം ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത്. ഈ സംഭവം നടന്നിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം ആഭ്യന്തരമന്ത്രി നിറവേറ്റിട്ടില്ല. ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതേ വഴിയുള്ളൂ. കാരണം എന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ അതെനിക്ക് തെറ്റു പറയാൻ പറ്റുമോ? കാരണം കേരളത്തിലെ പ്രശ്നം, കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റ മുന്നണിയാണ്, അവരൊരേ മുന്നണിയാണ്. കാരണം സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ ഗവർണർ നടപടിയെടുക്കുമ്പോൾ ഗവർണറെ വിമർശിക്കുന്ന പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്.